എല്ലാവർക്കും നമസ്കാരം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള അലിഗഡ് പ്രസ്ഥാനവും സർ സയ്യിദ് അഹമ്മദ് ഖാനെയും പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത്. ഏറ്റവും അത്യാവശ്യമായി അലിഗഡ് പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ നോക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1875. 1875 അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ചത്. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതും സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാൻ. 1920 ഇത് അലിഗഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. 1920 ആയപ്പോഴേക്കും 1875 വന്ന മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തകരാണ് ചിരാഗ് അലി, നാസർ അഹമ്മദും. ചിരാഗ് അലിയും നാസർ അഹമ്മദുമൊക്കെ അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്. ആൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. ആൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സയ്യിദ് അഹമ്മദ് ഖാൻ. കോൺഗ്രസിന്റെ രൂപീകരണത്തെ എതിർത്ത് 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചതും സയ്യിദ് അഹമ്മദ് ഖാനാണ്. കോൺഗ്രസിന്റെ രൂപീകരണത്തെ എതിർത്ത് 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാൻ. 1882 ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനിൽ അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവും സയ്യിദ് അഹമ്മദ് ഖാനാണ്. 1882 വന്ന ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനിൽ അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. 1887 സയ്യിദ് അഹമ്മദ് ഖാനെ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വൈസ്രോയ് ഡഫറിൻ പ്രഭു ആണ്. 1887 സയ്യിദ് അഹമ്മദ് ഖാനെ സിവിൽ സർവീസിലേക്ക്, അതിൻ്റെ കമ്മീഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വൈസ്രോയ് ആരാണ്? ഡഫറിൻ പ്രഭു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകുന്ന ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ സാമൂഹ്യ പരിഷ്കർത്താവ് സയ്യിദ് അഹമ്മദ് ഖാനാണ്. സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രം ഏതാണ്? തഹ്സീബ് ഉൽ അഖ്ലാഖ്. തഹ്സീബ് ഉൽ അഖ്ലാഖ് എന്നതാണ് സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രം. 1857 കലാപത്തെക്കുറിച്ച് സയ്യിദ് അഹമ്മദ് ഖാൻ രചിച്ച പുസ്തകമാണ് ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് എന്ന പുസ്തകം രചിച്ചത് 1857 കലാപത്തെക്കുറിച്ചാണ്. അത് സയ്യിദ് അഹമ്മദ് ഖാനാണ് അതിൻ്റെ രചനാകർത്താവ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. എന്താണ്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിക്കുന്നു, ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്.
അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ പ്രധാനമായും നോക്കിയത് സർ സയ്യിദ് അഹമ്മദ് ഖാനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സംഘടനയായിട്ടുള്ള അലിഗഡ് പ്രസ്ഥാനത്തെ പറ്റിയുമാണ്. അത്യാവശ്യമായി പ്രധാന പോയിന്റുകൾ മാത്രം നോക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ PSC റിലേറ്റഡ് കണ്ടന്റ് വീഡിയോസും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമൊക്കെ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാൻ പരിഗണിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി കണ്ടന്റ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.